ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അടിസ്ഥാനം ഉറപ്പിക്കാനായിട്ട് ഈശോ ഇന്ന് നമ്മളോട് പറയുകയാണ്. ഒരു ഭവനത്തിൻ്റെ അടിസ്ഥാനം ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ. അടിസ്ഥാനം മോശമാണെങ്കിൽ മേളിലോട്ട് എത്ര പൈസ മുടക്കി എന്ന് പറഞ്ഞാലും അത് വീണു പോകും. ഇത് തന്നെയാണ് വചനത്തിലൂടെ ഈശോ നമ്മളെയും ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതമാകുന്ന ഭവനത്തിൻ്റെ അടിസ്ഥാനം നല്ല ഉറപ്പുള്ളതായിരിക്കണം. നല്ല പാറമേൽ അടിസ്ഥാനമിട്ട ജീവിതം നയിക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. എന്താണ് ഈ പാറ എന്ന് പറയുന്നത്? വചനത്തിൽ കൃത്യമായിട്ട് പറയാം അല്ലേ. എൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. എൻ്റെ ജീവിതം അടിസ്ഥാനമായ പാറമേൽ പണിയപ്പെട്ടതാകണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം ശ്രവിക്കണം, അതനുസരിച്ച് ജീവിക്കണം. രണ്ട് കാര്യമുണ്ട് കേട്ടോ. വചനം ശ്രവിക്കണം, അനുസരിച്ച് ജീവിക്കണം. ചിലപ്പോൾ ഒന്നാമത്തെ ഭാഗമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്, ഇഷ്ടം പോലെ വചനം ശ്രവിക്കുന്നുണ്ട്. അത് മാധ്യമങ്ങളിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ പ്രസംഗങ്ങൾ കേൾക്കുന്നതിലൂടെ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നമ്മൾ ഈ വചനം ശ്രവിക്കുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം ചെയ്യുന്നു. പക്ഷേ ഈ വചനം ശ്രവിച്ചാൽ മാത്രം എൻ്റെ ജീവിതം പാറമേൽ അടിസ്ഥാനമിട്ട നല്ല ജീവിതമാവത്തില്ല. മറിച്ച് എന്ത് ചെയ്യണം? ആ വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറാവണം. ആ വചനം കേട്ട് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം നല്ല അടിസ്ഥാനമിട്ട വിശുദ്ധമായ ജീവിതമായിട്ട് മാറുന്നത്. സ്നേഹമുള്ളവരെ, ഈ നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. എൻ്റെ ഈ ജീവിതമാകുന്ന ഭവനത്തിൻ്റെ അടിസ്ഥാനം ഞാൻ എവിടെയാണ് ഇട്ടിരിക്കുന്നത്? അടിസ്ഥാനത്തിന് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് നമ്മുടെ അടിസ്ഥാനത്തെ ബലവത്തായി തീർക്കട്ടെ. അതിനുവേണ്ടി ത്യാഗമേറ്റെടുക്കാനായിട്ട് തമ്പുരാൻ്റെ വചനം കൂടുതൽ വായിക്കണം കേട്ടോ. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ കൂടുതൽ സമയം പ്രാർത്ഥിച്ച് അവൻ്റെ വചനം കൂടുതൽ വായിക്കുവാനായിട്ട്, ആ വചനം അനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അതിപ്പോൾ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ കുറേ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടതായിട്ട് വരും. പക്ഷേ അത് മാറ്റി വെക്കാനായിട്ട് ഞാൻ തയ്യാറാകുമ്പോൾ എൻ്റെ അടിസ്ഥാനം നല്ല ഉറപ്പിലായിട്ട് തീരും. ആ ഉറപ്പിന്മേൽ വേണം എൻ്റെ ഈ വിശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട്. ഇല്ല എങ്കിൽ ഈ ജീവിതം ഇടയ്ക്ക് വെച്ച് വീണു പോകും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നല്ല അടിസ്ഥാനം സ്ഥാപിച്ചെടുക്കുവാനായിട്ട്, നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ വിശുദ്ധി അത് വീണ്ടെടുക്കുവാനായിട്ട്, ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് കൂടുതൽ പ്രാർത്ഥിച്ച് അവനോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.